The second best washing powder is called IT. രണ്ടാമത്തെ വാഷിംഗ് മെഷീൻ അല്ല പൗഡറിന്റെ പേര് ID എന്നാണ്. And ഇൻകം ടാക്സ് IT. the third best washing powder for Modi ji's washing machine is called CBI. മൂന്നാമത്തേത് CBI ആണ്. And how is it used? എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത്? My dear friends, never in the history of independent India has such a corrupt party, steeped in corruption, ever ruled India. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയേറെ അഴിമതി കാണിച്ചിട്ടുള്ള, ഇത്രയേറെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു ഭരണം, ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുവരെ ഉണ്ടായിട്ടില്ല. Thanks to the CPIM, the petition of the CPIM, no other party, only the CPIM. We went to court, we went to the Supreme Court against the bogus electoral bond system. ഇന്ത്യയിൽ ഇവർ നടപ്പാക്കിയ ഏറ്റവും വലിയ അഴിമതിയായിട്ടുള്ള ഇലക്ടറൽ ബോണ്ട്, തെരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിച്ചത് അഭിമാനത്തോടെ നമുക്ക് പറയാം CPIM ആണ് അതിനുള്ള മുൻകൈ എടുത്തത്. You know na electoral bond system, you know about it, they know na. ഇലക്ടറൽ ബോണ്ടിനെ കുറിച്ച് അറിയുമോ എന്നാണ് സഖാവ് ചോദിക്കുന്നത്. Electoral bond means you give as much money, 100 crores, 200 crores, 500 crores. Nobody will know your name. You give it to any party. Nobody will know your name. And what you get in return for that, since nobody knows your name, quid pro quo is also kept in the dark. ഈ ഇലക്ടറൽ ബോണ്ട് സംവിധാനം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കാം. 100 കോടിയോ 200 കോടിയോ എത്ര വേണമെങ്കിലും. നിങ്ങളുടെ പേരുകൾ ആരും തന്നെ അറിയില്ല. അതിന്റെ പകരമായി നിങ്ങൾക്ക് എന്താണ് കിട്ടുക, പേര് വെളിപ്പെടുത്താത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പകരമായി എന്താണ് കിട്ടുക എന്നുള്ളതും ആരും അറിയില്ല. അതും ഒളിച്ചു വെക്കപ്പെടും, മറച്ചു വെക്കപ്പെടും. Only the CPIM. We refuse to take a single paisa of electoral bond. CPIM ഈ ഇലക്ടറൽ ബോണ്ടിൽ നിന്ന് ഒരു പൈസ പോലും സ്വീകരിക്കില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുകയായിരുന്നു. We went to the Supreme Court. ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിച്ചു. The Supreme Court said this is a very wrong, corrupt avenue for money. സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇത് ഏറ്റവും വലിയ അഴിമതിയിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനമാണ് എന്ന്. My dear friends, 8,500 crore rupees. It is much more than the annual budget for widow pension. 10 times more than the annual budget for widow pension. 8,500 crore rupees was taken in electoral bonds by the corrupt Bharatiya Janata Party. നിങ്ങൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 8500 കോടി രൂപയാണ് ഈ ഇലക്ടറൽ ബോണ്ടിലൂടെ BJP സമാഹരിച്ചത്. ഈ 8500 കോടി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തുകയാണ്. വിധവകൾക്ക് ഇന്ത്യയിൽ കൊടുക്കുന്ന പെൻഷൻ ഉണ്ടല്ലോ, ആ പെൻഷൻ കൊടുക്കുന്ന തുകയുടെ 10 ഇരട്ടി, 10% കൂടുതലാണ് ഈ 8500 കോടി രൂപ എന്ന് പറയുന്നത്. Such a huge amount. And now all the truth has come out. 33 companies who were running at a loss for 5 years, they gave 500 crores to the BJP. Loss-making companies, no profit, but they are giving money to the BJP. Black money made into white money by BJP washing powder, ED, IT, CBI. ഇന്ത്യയിലെ 33 കമ്പനികൾ സത്യമെല്ലാം ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു. അതിനകത്ത് കാണുന്ന കാര്യമാണ് നഷ്ടത്തിൽ പ്രവർത്തിച്ച കമ്പനികളാണ്. ഈ കമ്പനികളാണ് 500 കോടി രൂപ
സംഭാവനയായി ഇലക്ട്രൽ ബോണ്ടിലേക്ക് നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കള്ളപ്പണത്തെ വെളുപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി ഇഡിയെയും നേരത്തെ പറഞ്ഞ ഐടിയും CBIയെയും എല്ലാം ഉപയോഗിക്കുന്നതിനുള്ള ഒരു വഴിയായിട്ട് ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം മാറുകയാണ്. The name of BJP today should be Bharatiya Bond Party, not Bharatiya Janata Party, Bharatiya Bond Party. ഭാരതീയ ബോണ്ട് പാർട്ടി എന്നായിരിക്കണം BJPയുടെ യഥാർത്ഥ പേര്. ഭാരതീയ ജനതാ പാർട്ടി എന്നാ വരുന്നത്. That is the reality. So that is why today in India, on the basic issues of parliamentary democracy, of saving the Constitution of India, of defending the rights of the people of India, all the parties in India took a pledge. All of us will fight together to defeat the Bharatiya Janata Party. അതുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തെയും ഭരണഘടനയും മനുഷ്യ അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രതിജ്ഞ എടുത്തത്. നമുക്ക് ഒരുമിച്ച് ഈ BJPയുടെ നയങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്ന പ്രതിജ്ഞ. All over India, from the Congress, the Samajwadi Party, the RJD, the DMK, all the parties of India, the left parties, have all become part of this platform. ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ കോൺഗ്രസ് മുതൽക്ക് SPയും അതുപോലെ RJD, BSP തുടങ്ങിയ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ BJP വിരുദ്ധ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായി മാറി. What is the purpose of all these parties coming together? എന്തിനു വേണ്ടിയാണ് ഈ പാർട്ടികളെല്ലാം ഒരുമിച്ച് നിന്നത്? Every state in India has a different political configuration. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സ്ഥിതിഗതികൾ വ്യത്യസ്തമായിട്ടുള്ളതാണ്. There is no one party who can say we are the biggest party. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഞങ്ങളാണ് ഏറ്റവും വലിയ പാർട്ടി എന്ന് ഇതിൽ അവകാശപ്പെടാൻ കഴിയുന്നതല്ല. There is no one party who can say we alone will fight the BJP, RSS and all its strength of state power, deforming, destroying every institution. ഇതിലേതെങ്കിലും ഒരു പാർട്ടിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞങ്ങൾക്ക് തനിച്ച് BJPയെ ചെറുത്ത് പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന്. In every state, different parties are there who are leading the battle. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളാണ് ഇന്ന് ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത്. We are proud that the left parties, the CPIM, in every single state, every single cadre, every single worker holding the red flag says we will defeat the BJP, we will defeat the RSS, we will ensure a secular government at the center. ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട്. ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ CPIM അതിന്റെ ഓരോ പ്രവർത്തകനും ഓരോ കേഡറും ഈ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. BJPയെയും RSSനെയും പരാജയപ്പെടുത്തുകയും ഇന്ത്യൻ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോരാടുമെന്ന മുദ്രാവാക്യമാണ് ഇന്ത്യയിലെ ഇടതുപക്ഷം ഉയർത്തുന്നത്. On that issue we are united. ആ വിഷയത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. But the problem is, എന്നാൽ എന്താണ് പ്രശ്നം? The different constituents of this platform, if they become ideologically confused, if they become weak, that is the big problem. എന്നാൽ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിരന്നിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ആശയപരമായിട്ടുള്ള വ്യക്തത കുറവുണ്ടായാൽ തീർച്ചയായിട്ടും അത് പ്രതിസന്ധി ഉണ്ടാക്കും.